വെച്ചിരിക്കുകയാ. ഒരു പിതാവിന്റെ കണ്ണീരാ, ഒരു മാതാവിന്റെ സങ്കടമാ, ആ കുടുംബത്തിലെ പൊന്നുമോള് ചെയ്ത കൊടും സതിയാ. എന്നിട്ട് അതിന്റെ ഇടയിൽ എഴുതിയിരിക്കുന്ന ഉസ്താദേ പ്രസംഗിക്കുക, കേരളത്തിന്റെ ഏത് ജില്ലയിൽ പോയാലും പ്രസംഗിക്കുക. പെൺമക്കളുടെ മര്യാദക്കേട് വരുന്ന അപകടകാല സൂചനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. 3 പെൺമക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ. അവർക്ക് ഏത് മക്കളുണ്ടെങ്കിലും മൂത്ത കുട്ടിയോട് വല്ലാത്ത സ്നേഹമാ. ആ ഉപ്പ എഴുതുകയാണ്, ഉസ്താദ് എന്റെ മൂത്ത കുട്ടിയോട് വല്ലാത്ത ബന്ധമായിരുന്നു. അടുക്കും ചിട്ടയോടും കൂടി അവളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാ. സങ്കടം മാറ്റാൻ ഞാൻ അവളെ കൊണ്ടുവന്നതാ. നൊമ്പരം നോക്കാതെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാ. 12-13 വയസ്സായപ്പോഴേ ആ പൊന്നുമോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടം തുടങ്ങിയതാ. എല്ലുമുറിയെ പണിയെടുത്തിട്ട് കിട്ടുന്ന വിയർപ്പിന്റെ മണം മാറാത്ത കാശ് കൊണ്ടുവന്ന് കൂട്ടിവെക്കുമായിരുന്നു. അവസാനം എന്റെ പൊന്നുമോൾക്ക് നല്ലൊരാലോചന വന്നു. അവൾക്ക് അരസമ്പരമാണെന്ന് പറഞ്ഞു. കാണാൻ ഭംഗിയുള്ള മാന്യമായ സാമ്പത്തികമുള്ള ഒരു ചെറുപ്പക്കാരനുമാര് വിവാഹം ആലോചിച്ചുറപ്പിച്ചു. 150ഓളം പള്ളികളിലാ ഞാൻ പിരിവിന് പോയത്. 150 വെള്ളിയാഴ്ചകളില് 150 പള്ളികളുടെ മുറ്റത്ത് ഷാള് വിരിച്ചിട്ട് ഞാൻ ജുമാ കഴിയുമ്പോൾ ഇറങ്ങിയിരുന്നു. ഉസ്താദ് 300 രൂപ കിട്ടിയ പള്ളിയുണ്ട്, 500 രൂപ കിട്ടിയ പള്ളിയുണ്ട്, 1 പവൻ സ്വർണത്തിന്റെ കാശ് തന്ന പള്ളിയുണ്ട്, 2 പവൻ സ്വർണത്തിന്റെ കാശ് തരാമെന്ന് പറഞ്ഞ പള്ളികളുണ്ട്. എല്ലാം കൂടി കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ 8 പവന്റെ സ്വർണം വാങ്ങി ഉസ്താദ്. എന്നിട്ട് എന്റെ പൊന്നുമോളോട് ഞാൻ സ്വർണ്ണക്കടയെ കൊണ്ടുപോയിട്ട് ചോദിച്ചതാ, മോളെ നീ പാവപ്പെട്ടവളായതുകൊണ്ട് നിന്റെ മോഹം നടക്കാതിരിക്കണ്ട. ഏത് മോഡല് വളയാ, ഏത് മോഡല് മാലയാ, ഏത് മോഡല് കമ്മലാ? എന്റെ പൊന്നാനിയിലെ പെൺകുട്ടികളെ, മാതാപിതാക്കള് നിങ്ങൾക്ക് തന്ന സ്നേഹത്തിന് പകരം എത്ര തിരിച്ചു കൊടുത്താലും മതിയാവൂല പെണ്ണെ, മതിയാവൂല. ആ പ്രിയപ്പെട്ട ഉപ്പ സങ്കടത്തോടെ എഴുതുകയാ. അങ്ങനെ എന്റെ പൊന്നുമോളെ കല്യാണത്തിന്റെ തലേ ദിവസം വലിയ തിരക്കായിരുന്നു. ഒരുപാട് പേര് സഹായിച്ചു സാർ. എന്റെ പൊന്നുമോൾക്ക് 8 പവന്റെ സ്വർണം ഞാൻ വാങ്ങിയെങ്കിൽ മൊത്തം 14 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു. ആ 14 പവനിട്ടുകൊണ്ട് സുന്ദരിയാണ് പെണ്ണ് ഒരുങ്ങി നിന്നപ്പോ എന്തോ ഒരു ഭംഗിയാണ് സാർ. വാതില് പൂട്ടിയിട്ടില്ല, തുറന്നു കിടക്കുകയാ. ബാത്റൂമിൽ പോയതാണെന്ന് പറഞ്ഞ് കാത്തിരുന്ന് കുറെ സമയം നോക്കി കണ്ടില്ല. ഏകദേശമുള്ളവരൊക്കെ കല്യാണ വീട്ടിൽ കിടന്നിറങ്ങുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞ് മോളെ കാണുന്നില്ല, ബാത്റൂമിൽ മോളില്ല. അയൽവാസികളാരെ വീട്ടിൽ വിളിച്ചു നോക്കി ഒന്ന് മോളെ കാണുന്നില്ല. പൊന്നാനിയിലെ പെങ്ങളെ, മാതാപിതാക്കളോടും നന്ദികേട് കാണിക്കല്ലേ മോളെ, നിന്നെ കെട്ടിച്ചു വിടാ, നിനക്കൊരു പവന്റെ സ്വർണം തരാ. വെള്ളിയാഴ്ച പൊരിവെയിലത്ത് പള്ളികളുടെ നടയില് ഷാള് വിരിച്ചിട്ട് യാചിക്കുന്ന വാപ്പയോട് നന്ദികേട് കാണിക്കല്ലേ മോളെ, അല്ലാഹു പൊറുക്കൂല പൊന്നുമോളെ. ഏത് വലിയ കാമുകന്റെ കൂടെ ജീവിച്ചാലും പടച്ചോ പൊറുക്കൂല മോളെ. ആ പ്രിയപ്പെട്ട ഉപ്പ കണ്ണീര് കൊണ്ടെഴുതുകയാണ്. അപ്പുറത്ത് പോയി നോക്കി, ഇപ്പുറത്ത് പോയി നോക്കി, കണ്ടില്ല. കുറെ ജനങ്ങൾ വന്ന് കിണറ്റിൽ നോക്കി. അല്ലാ, എന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, എവിടെയാണ് എന്റെ പൊന്നുമോളെന്ന് കണ്ടില്ല. പെട്ടെന്നൊരാൾ ഓട്ടോയിൽ വരികയാ. വന്നിട്ട് പറയുന്നു, ഇക്കാ നിങ്ങൾ പൊന്നുമോള് ബാംഗ്ലൂരിലേക്കുള്ള ബസിന്റെ അകത്ത് കയറിയിരിക്കുന്നത് കണ്ടു. എന്റെ ചങ്കു പൊട്ടിപ്പോയി ഉസ്താദ്. ഞാൻ വീട്ടിന്റെ അകത്തേക്ക് ഓടി മണവറ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന എന്റെ തങ്കക്കുടത്തിന്റെ പേര് കടലാസ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ റൂമിന്റെ അകത്ത് ചെന്ന് അലവാര തുറന്നു നോക്കിയപ്പോ 14 പവന്റെ സ്വർണ്ണാഭരണം കൊണ്ടുപോയി ഉസ്താദ്. ഞാനിനി ആരെ മുമ്പിലാ എന്റെ ബാക്കിയുള്ള പെൺമക്കൾക്ക് വേണ്ടി കൈനീട്ടുക? എന്നോട് അരിവ് പോലും കാണിക്കാറ് ഞാനിനി ജീവിക്കോ? ഒരു മറുപടി കിട്ടുന്നത് വരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി കത്തെഴുതിയ ഒരു പാന്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാൻ. പെണ്ണേ, കൊലച്ചത് ചെയ്യല്ല മോളെ. എന്നും നിനക്കുമ്മ വലുതാണ്, ഉപ്പ വലുതാണ്, നിന്റെ ഭർത്താവ് വലുതാണ്, നിന്റെ കുടുംബം വലുതാണ്. പിശാചിനെ കാണുമ്പോ
കള്ളച്ചിരി കാണുമ്പോ ആഹാരം മറന്നുകൊണ്ട് പുറത്തിറങ്ങല്ലോ. ഒരൽപ്പനേരത്തെ സുഖം പോലും വേണ്ടെന്ന് പറഞ്ഞ് മരുഭൂമിയുടെ പൊള്ളുന്ന മണ്ണില് മലത്തിക്കിടത്തിയിട്ട് പഴിപ്പിച്ച കമ്പി ഒരു ഭാഗത്തൂടെ കയറ്റി മറുഭാഗത്തൂടെ വലിച്ചൂരിയെടുക്കുമ്പോ ആസിയാ ബീവി പറഞ്ഞ പോലെ മുദ്രാവാക്യം, പൊന്നാരിയുടെ പെങ്ങളെ നിനക്ക് തന്നിട്ട് ഞാൻ പോവുകയാ. ഇനി കുങ്കുമപ്പൂ വേണ്ട മോളെ, ഇനി അഗ്നിപുത്രി വേണ്ട മോളെ, ഇനി റിയാലിറ്റി ഷോ വേണ്ട മോളെ. ഇത് തമാശയാണെന്ന് കരുതല്ലേ, ഇത് വാക്കവി എല്ലായിടത്തും പറയുന്നതാ. അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ടാന്ന് തീരുമാനിക്കല്ലേ. നെഞ്ചപ്പടിച്ച് നിലവിളിച്ചോ, പൊട്ടിക്കരഞ്ഞോ പെങ്ങളെ. ഈ രാത്രി നിന്റെ കണ്ണടഞ്ഞു പോയാ അള്ളാന്റെ കോടതിയിലേക്ക് സ്വർഗത്തിന്റെ ഊറികളായിട്ട് പറന്നു പോകാ. ഈ നീയത്ത് കൊണ്ട് മാത്രം നിനക്ക് കഴിയുന്നതാ.